നാലമ്പല ദർശനം, പുണ്യ ദർശനം. എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കർക്കിടക പുലരിയിൽ രാമപുരം ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തിയാണ് പുണ്യയാത്രയുടെ തുടക്കം. ശ്രീരാമ ദർശനം കഴിഞ്ഞാൽ നേരെ നമ്മൾ പോകുന്നത് കൂടപ്പുലം ലക്ഷ്മണ ക്ഷേത്രത്തിലേക്കാണ്. ലക്ഷ്മണ ചൈതന്യം ചതുർബാഹു വിഗ്രഹത്തിലാണ് ഇവിടെ കുടികൊള്ളുന്നത്. വഴിപാട് ചതുർബാഹു സമർപ്പണമാണ്. ശംഖ്, ചക്രം, ഗദ, പത്മം എന്നിവയാണ് ചതുർബാഹു വഴിപാടായി തട്ടത്തിൽ സമർപ്പിക്കേണ്ടത്. ലക്ഷ്മണ ക്ഷേത്ര ദർശനം കഴിഞ്ഞാൽ അടുത്തത് പോകുന്നത് അമനകര ഭരത ക്ഷേത്രത്തിലേക്കാണ്. പടിഞ്ഞാറേക്ക് ദർശനമുള്ള ക്ഷേത്രമെന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കും ദുരിത നിവാരണത്തിനുമായി ഇവിടെ ശംഖ് വഴിപാടായി ഭക്തർക്ക് അർപ്പിക്കാം. ഭരത സ്വാമി ക്ഷേത്ര ദർശനം കഴിഞ്ഞാൽ നേരെ മേദിരി ശത്രുഘ്നന ക്ഷേത്രത്തിലേക്കാണ്. ഉച്ച പൂജ വരെ ശത്രുഘ്നന സങ്കല്പവും അത് കഴിഞ്ഞാൽ സന്താന ഗോപാല സങ്കല്പവുമാണ്. ഇതിനാലാണ് നാലമ്പല ദർശനം ഉച്ചയ്ക്ക് മുമ്പ് പൂർത്തിയാക്കണമെന്ന വിശ്വാസം. രാമപുരത്തേക്ക് എത്താനുള്ള വഴികൾ കോട്ടയം ഭാഗത്തു നിന്നുള്ള ഭക്തർക്ക് ഏറ്റുമാനൂർ, കുറവിലങ്ങാട്, കൂരിനാട്, ഉഴവൂർ വഴി രാമപുരത്തെത്താം. തിരക്ക് ഒഴിവാക്കാൻ മണർക്കാട്, കിടങ്ങൂർ, കടപ്പളമാറ്റം, മരങ്ങാട്ടുപള്ളി, ഉഴവൂർ വഴിയും യാത്ര ചെയ്യാം. MC റോഡിൽ വടക്കൻ മേഖലയിൽ നിന്ന് വരുന്നവർക്ക് മൂവാറ്റുപുഴ, കൂത്താട്ടുകുളം, പാലാ റൂട്ട് വഴി എത്താം. തൊടുപുഴ ഭാഗത്തു നിന്ന് വരുന്ന ഭക്തർക്ക് പാലാ റൂട്ടിൽ കുറിഞ്ഞിയിലെത്തി കൂത്താട്ടുകുളം റോഡിലൂടെ എത്താം. പാലാ തൊടുപുഴ റൂട്ടിൽ പിഴകിൽ നിന്ന് തിരിഞ്ഞും എത്താം. കിഴക്കൻ മേഖലയിൽ നിന്നുള്ളവർക്ക് കാഞ്ഞിരപ്പള്ളി, പൊൻകുന്നം, പാലാ വഴി രാമപുരത്തെത്താം. ഭാരതത്തിൽ ആയിരക്കണക്കിനു ശ്രീരാമക്ഷേത്രങ്ങളുണ്ടെങ്കിലും രാമപുരത്തിനു മാത്രം അവകാശപ്പെട്ടതാണ് ഇത്രയും സമീപസ്ഥാനമായി നാലമ്പല ദർശനം. ശ്രീരാമ സൗധത്തിൽ ആരംഭിച്ച് ലക്ഷ്മണ, ഭരത, ശത്രുഘ്നന സ്വാമിമാരുടെ ദർശനത്തിന് ശേഷം വീണ്ടും ശ്രീരാമക്ഷേത്രത്തിലെത്തി ഭഗവത് പാതാരവിന്ദങ്ങളിൽ സമർപ്പിത ചിന്തരാകുന്നതോടെ ഒരു വർഷത്തെ മുഴുവൻ പാപങ്ങളും ശമിക്കുകയും കലിയുഗ ദോഷശാന്തി ലഭിക്കുകയും ചെയ്യുന്നു. 4 വേദ പൊരുളായ വിശേഷിക്കപ്പെടുന്ന ത്രേതായുഗത്തിലെ വൈഷ്ണവ അവതാരങ്ങളായ ശ്രീരാമ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്നന്മാർ കുടിയിരിക്കുന്ന രാമപുരം, കൂടപ്പുലം, അമനക്കര, മേദിരി എന്നീ ക്ഷേത്രങ്ങളും ഒരു ദിവസം ദർശനം നടത്തുന്നത് സർവ്വദുരിത നിവാരണത്തിനും സന്താനലബ്ധിക്കും മറ്റും. രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം, കൂടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം, അമനക്കര ശ്രീ ഭരതസ്വാമി ക്ഷേത്രം, മേദിരി ശ്രീ ശത്രുഘ്ന സ്വാമി ക്ഷേത്രം. വീണ്ടും ശ്രീരാമസ്വാമിയെ ദർശനം ചെയ്യുന്നതോടെ നാലമ്പല ദർശനം പൂർത്തിയാക്കുന്നു.